അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ പ്രൊമോകൾ ഇങ്ങനെ അടുക്കി അടുക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പ്രൊമോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വരുന്നു. എന്നിട്ട് അദ്ദേഹം ഓരോരുത്തർക്കുമായിട്ട് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ബിഗ് ബോസിനകത്ത് വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ വരുന്ന ശനി ഞായർ എപ്പിസോഡിനകത്ത് വലിയ കൊഞ്ചലും കുഴയലും കരച്ചിലും എന്ന് വേണ്ട സോപ്പിട്ട് പതപ്പിക്കുന്ന ആളുകളും അങ്ങനെ അത്തരക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ 6 സീസൺ വരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മളും ശരിക്കും പറയുകയാണെങ്കിൽ മടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു നല്ല ഒരു മറുപടിയായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോ വന്നിരിക്കുന്നത്. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ഇനി മുതൽ ആരും സോപ്പിട്ട് പതപ്പിക്കാനും വരണ്ട, അതുപോലെ തന്നെ എന്താണ് പുകഴ്ത്താനോ അല്ലെങ്കിൽ കൊഞ്ചാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും വരണ്ട, അതുപോലെ തന്നെ ഓരോരുത്തരും കരച്ചിൽ നാടകങ്ങളൊന്നും വേണ്ട എന്നൊക്കെ അദ്ദേഹം ഓരോരുത്തർക്കുമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്, അവർക്കും ഒക്കെ നല്ല ഒരു താക്കീത് തന്നെയാണ് അദ്ദേഹം കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണത്തെയൊക്കെ പോലെയുള്ള കൊച്ചു കുട്ടികൾക്കുള്ള ടാസ്കുകളൊന്നും ആയിരിക്കില്ല ഇത്തവണ. അത്യാവശ്യം വലിയ വലിയ നല്ല നിലവാരമുള്ള ടാസ്കുകളായിരിക്കും കൊടുക്കുന്നത് എന്നുള്ള സൂചനയൊക്കെ അദ്ദേഹം തരുന്നുണ്ട്. പിന്നീട് ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ബിഗ് ബോസിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും ഇപ്പോൾ ആളുകൾക്കൊക്കെ ബിഗ് ബോസ് എന്താണെന്നൊക്കെ ഏകദേശമൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും വരുമ്പോൾ ഫേക്കായിട്ടാണ് നിൽക്കുന്നത്. ഫേക്കായിട്ടാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ, അവരുടെ എത്ര ദേഷ്യം വന്നാലും പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടൊക്കെ നിൽക്കും. പക്ഷേ എന്ത് പറഞ്ഞാലും 100 ദിവസം വരെയൊക്കെ ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞ് വീഴും. പിന്നെ അതുപോലെ തന്നെ സേഫായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, സേഫ് ഗെയിം കളിച്ചിട്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ലാലേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പദ്ധതിയായിട്ടായും ആരും ഇങ്ങോട്ടേക്ക് വരണ്ട, ഇവിടെ സേഫ് ഗെയിം ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിലേക്കൊക്കെ പോവാനായിട്ടൊക്കെ ഇങ്ങനെ പലരും തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. പലരുടെയും പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വിശദമായിട്ടുള്ള അപ്ഡേറ്റുകൾ അപ്പോഴേ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ബിഗ് ബോസിൻ്റെ റിവ്യൂമായിട്ട് വരുന്നത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ എല്ലാവരും കാണണം. കാരണം നമ്മൾ അപ്പോഴേ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതൊക്കെ നമ്മൾ തന്നിരിക്കും. അപ്പോൾ പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ആർക്കും പക്ഷം പറഞ്ഞ് നമ്മൾ ചെയ്യില്ല, ആരെയും ഒരാളെ താങ്ങിക്കൊണ്ടും വരില്ല. നമുക്ക് എന്താണോ കറക്റ്റാണെന്ന് തോന്നുന്നത് വളരെയധികം സത്യസന്ധമായിട്ട് നമ്മൾ പ്രോഗ്രാം, അതായത് ബിഗ് ബോസ് നമ്മൾ കണ്ടിട്ട്, ആ ഒരു ഷോ കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും പെർഫോമൻസിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ വീഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ഇപ്പോഴേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട്. അതിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾക്കെങ്കിലും ബിഗ് ബോസിനെ കുറിച്ച് ശരിക്കും ഇപ്പോഴും വലിയ പിടുത്തമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ എല്ലാവരും എല്ലാ തവണയും ബിഗ് ബോസ് കാണണ്ട എന്ന് വിചാരിച്ചാലും സമയത്ത് കാണും. അതാണിപ്പോഴും വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെറി പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇത്തിരി ഒന്ന് എത്തി നോക്കിയെങ്കിലും ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെ കാണാനായിട്ട് താല്പര്യം ഇല്ലാതെ കാണുന്നവരും ഉണ്ട്, താല്പര്യത്തോടു കൂടി വന്ന് കാണുന്നവരും ഉണ്ട്, അങ്ങനെ പല തരത്തിൽ കാണുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ആ ഒരു ഷോയെ കുറിച്ചിട്ട് എല്ലാം അറിഞ്ഞിട്ട് കാണുന്നവരും ഉണ്ട്, ഒട്ടും അറിയാതെ കാണുന്നവരും ഉണ്ട്. എന്നാൽ എന്തൊക്കെയോ അറിയാം, കുറേയൊന്നും അറിയില്ല, ആ ഒരു അവസ്ഥയിൽ വന്ന് കാണുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് ബോസ് ഷോ എന്ന് വെച്ചാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ സ്കിപ്പ് അടിച്ച് പോവാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.
ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.